ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ആഴ്ചയിലോട്ട് കിടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഫിനാലെ വീക്കാണ് നടക്കാൻ പോകുന്നത്. ആരൊക്കെ ടോപ്പ് 5 എത്തുന്നു, ആരായിരിക്കും കപ്പടിക്കാൻ സാധ്യതയെന്നും ആരായിരിക്കും ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്തു പോകാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇഞ്ചോടിച്ച് വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ കണ്ടസ്റ്റന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനിമോളുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അനീഷേട്ടനെ പോലും അട്ടിമറിച്ചുകൊണ്ട് അനിമോൾ ഒന്നാമതെത്തിയിരിക്കുകയാണ്. 24,596 വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത്. 21,265 വോട്ടുകളോ അനീഷേട്ടൻ സ്വന്തമാക്കി. എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ അനീഷേട്ടൻ അനിമോളെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഇരുവരും തമ്മിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്ക മാറ്റുവരാതെ തുടരുകയാണ്. 15,408 വോട്ടുകളോളം ഷാനവാസിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഷാനവാസിക്ക വരും മണിക്കൂറിൽ മുന്നേറ്റങ്ങൾ നടത്തുമോ അല്ലെങ്കിൽ പിന്നോട്ടായി പോകുന്ന കണ്ടു തന്നെ അറിയേണ്ടി വരുമ്പോൾ നാലാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നെവിൻ തുടരുകയാണ്. നെവിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 12,154 വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ നാലാം സ്ഥാനത്ത് ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജസ്റ്റ് ടോപ്പ് 5 എത്താൻ സാധ്യതയായിട്ട് അക്ബർ മാറുകയാണ്. അക്ബറിന് നല്ല രീതിയിൽ വോട്ടിംഗ് കുതിപ്പ് തന്നെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 10,941 വോട്ടുമായിട്ട് അക്ബർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുണ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നൂറനെയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ 4-5 സ്ഥാനങ്ങളെത്തിയ നൂറയാണ് ഇപ്പോഴത്തെ തിരിച്ചടികൾ നേരിട്ട് ആറാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത്. 8,752 വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 7ാം സ്ഥാനത്ത് ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത്. 7,587 വോട്ടാണ് ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആതിരയുടെ നൂറയുടെ വോട്ട് മറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ട് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇരുവരും ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ടോപ്പ് 3 ടോപ്പ് 4 പൊസിഷനിലൊക്കെ എത്തേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ആരായിരിക്കും ബിഗ് ബോസ് ഇന്ന് ഈ ആഴ്ച ആരായിരിക്കും ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്തുപോകാൻ സാധ്യതയെന്നും പ്രഷർ ഉറ്റു നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആതിരയോ നൂറയോ ഇവരുടെ ഒരാൾ തന്നെയായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്തുപോകാൻ സാധ്യത. പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗാണ് ഇപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ വോട്ടിംഗ് കണ്ടു തന്നെ അറിയാം ആരൊക്കെ മുന്നിട്ട് നിൽക്കണം, ആരൊക്കെ തകർന്നടിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ആരാണോ മികച്ച കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ആരാണോ ടോപ്പ് 5 ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം ആർക്കായിരിക്കണം ഈ ഒരു സീസണിൽ കപ്പടിക്കാൻ സാധ്യത എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ആര് എവിക്റ്റായി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ടാവും.